Auditorium, 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 auditorium. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهدي الله فلا مضل له ومن يضل له فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى الدين الحق ليظهره على الدين كله ولو كره المشركون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي سلم دائما أبدا للخلق كلهم. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മഹത്തായ പരിപാടി ഗംഭീരമായി നടക്കുന്നുണ്ട്. അള്ളാഹു ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായി അമലായി തീർക്കുമാറാവട്ടെ. നാഥൻ നാളെ പരലോകത്ത് വെച്ച് നമ്മെയും എല്ലാവരെയും നാളെ ജന്നാത്തിനായുമ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ കാലഘട്ടത്ത് അധംപതിച്ചു കൊണ്ടിരിക്കുന്ന യുവത്വം വളരെ ദയനീയ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എത്ര ചെറുപ്പക്കാരാണ്. അൽഹംദുലില്ലാ, ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരുപാട് മുതഅല്ലിമീങ്ങളെ കാണാൻ കഴിക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങളെപ്പോലുള്ള നിങ്ങളെ പ്രായമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നാട്ടിൽ കളിച്ചു നടക്കുകയാണ്. നിങ്ങളുടെ കിതാബിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നമുക്കറിയാം, ഈ സ്കൂൾ കോളേജുകളിലും മറ്റു സ്ഥാപനങ്ങളിലും സ്റ്റേ നിന്നുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. ലഹരിയിൽ വിമുക്തരായിക്കൊണ്ട് ലഹരിക്ക് അഡിക്റ്റായി അവർ ജീവിക്കുകയാണ്. ലഹരി ഉപയോഗം അത് ഹറാമാണ് മകനെ. ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് നിന്റെ മറകിൽ വലിയ രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുന്നു. മൻ ശരിബൽ ഖംറു യംസിഹു മിൻ ഈമാൻ നഊദു ബില്ലാഹ്. ഒരു മനുഷ്യൻ ലഹരി നുഴഞ്ഞാൽ, അവൻ കള്ളു കുടിച്ചാൽ, അവൻ മോശമായ തരത്തിലേക്ക് പോയാൽ മാരകമാവുന്ന MDMA, കഞ്ചാവ്, ലഹരികൾ, പല പദാർത്ഥങ്ങളും ഈ ലോകത്ത് ഉണ്ട്. നമുക്കറിയാം എത്ര ചെറുപ്പക്കാരാണ് അതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞുള്ള കുട്ടികളല്ല, 10ാം ക്ലാസ് കഴിഞ്ഞുള്ള കുട്ടികളല്ല, മറിച്ച് 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിക്കൽ ഹറാമാണ് മോനെ. ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അവൻ്റെ ശരീരം പിന്നീട് സ്വർഗത്തിൽ കടക്കുമോ എന്നൊരിക്കലും സംശയമില്ല. കള്ളി കുടിക്കൽ അല്ലാഹ് നീ മഗ്ഫിർ നൽകുക റഹ്മാനെ.
ഞാൻ പറഞ്ഞു വരുന്നത് ലഹരി കമാ യംസിഹുൽ ഖമീസഹു മിൻ റഅസിഹി. ഒരു മനുഷ്യൻ ലഹരി നുഴഞ്ഞാൽ അവൻ്റെ ഈമാൻ പൂരപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ, ലഹരിക്ക് അടിമയായാൽ അവൻ്റെ ഈമാൻ ഊരപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ഈ ഖമീസ് അടിയിൽ നിന്ന് മുകളിലേക്ക് ഊരുന്നത് പോലെ അവൻ്റെ ഈമാൻ ഊരപ്പെടുമെന്ന ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടും എന്തിനാണ് എൻ്റെ ചെറുപ്പക്കാരാ നീ കള്ളു കുടിക്കാനിരിക്കുന്നത്? നിനക്ക് വേറെ വല്ല പണിയൊന്നുമില്ലേ? ഈ ചെറുപ്രായത്തിൽ ദിക്റിനും സ്വലാത്തിനും ഇബാദത്തിനും അടിമയാക്കേണ്ട സമയത്ത് നീ ഇങ്ങനെ ഹറാമിലേക്ക് പോയാൽ എങ്ങനെ ശരിയാകും? നമ്മുടെ ഈ കാലഘട്ടത്തിൽ റമദാൻ മാസമൊക്കെ വരുമ്പോൾ ചെറുപ്പക്കാർ കളി കാണാനാണ് പോകുന്നത്. അവർ ഫുട്ബോളിൻ്റെ ഫാൻസാണ്, മറിച്ച് അള്ളാൻ്റെ ഫാൻസ് അല്ല. അവർ തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ സോഡ കുടിക്കാനാണ് പോണത്. സോഡപ്പട്ടൻ്റെ അല്ലേ? അപ്പോൾ സോഡ കുടിച്ചില്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടണ്ടേ? സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സംഭവിക്കിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആക്കണ്ടേ? ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇപ്പോൾ സ്റ്റാറ്റസാണ് നോക്കല്. ഇപ്പോൾ ബീഡി വലിച്ച സ്റ്റാറ്റസാണ്. ടൈം എന്തൊക്കെയാ പറയാണ്ട്, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട്. അപ്പം ആരും കള്ളും ബീഡിയൊന്നും വലിക്കരുത്, ഹറാമിലേക്ക് ആരും പ്രവേശിക്കരുത്. അല്ലാഹ് എങ്ങോട്ടാണ് ഈ ലോകത്തെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹ് ഞങ്ങളേക്ക് നീ കാക്കണേ. അല്ലാഹ് റഹ്മാനായ തമ്പുരാനെ, നീ ഞങ്ങളുടെ ദോഷങ്ങൾക്ക് പുറത്തു നൽകണേ റഹ്മാനെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.